അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 66-ാമത്തെ ആയത്ത് മുതലാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഇഖ്തുലൂ അൻഫുസകും ഔ ഇഖ്റുജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا وإذا لآتيناهم من لدنا أجرا عظيما ولهديناهم صراطا مستقيما ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما. ولو أنا كتبنا عليهم, നാമെങ്ങാനും അവരുടെ മേൽ നിർബന്ധമായ കൽപ്പന നൽകുമായിരുന്നെങ്കിൽ. കത്തബ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി എന്നുള്ള അർത്ഥം ഉണ്ട് അല്ലേ? പെട്ടെന്നുള്ള അർത്ഥം അതാ നമുക്ക് പറയാം. കത്തബ യക്തുബു, എഴുതി. അതേപോലെ തന്നെ കത്തബ എന്ന് പറഞ്ഞാൽ വിധിച്ചു, കൽപ്പനയായി നൽകി എന്നൊക്കെ അർത്ഥമുണ്ട്. പരിശുദ്ധ റമളാനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം എന്നാണ്. കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ അല്ലാഹു വ്രതാനുഷ്ഠാനം നിർബന്ധ കൽപ്പനയായി വിധിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് മുമ്പ് പൂർവികരായ ആളുകൾക്ക് നിർബന്ധ കൽപ്പനയായി വിധിച്ചതുപോലെ. ഇപ്പോൾ കത്തബ എന്നതിന് ഭാഷയിൽ ആ അർത്ഥം കൂടിയുണ്ട്. അതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. വലൗ അന്നാ കതബ്ന അലൈഹിം, നാമെങ്ങാനും അവർക്ക് കൽപ്പനയായി വിധിച്ചു നൽകിയിരുന്നുവെങ്കിൽ. എന്ത് വിധിച്ചു നൽകുക? അനിഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ ബലിയർപ്പിക്കണം. അല്ലാഹുവിൻ്റെ മാർഗത്തിലെ നിങ്ങൾ അനിഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ബലിയർപ്പിക്കണം, സമർപ്പിക്കണം. ഖത്തല എന്ന് പറഞ്ഞാൽ എന്താ? വധിച്ചു. അനിഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ബലിയർപ്പിക്കണമെന്നെങ്ങാനും നാം കൽപ്പിച്ചിരുന്നുവെങ്കിൽ. അവിഖ്റുജൂ മിൻ ദിയാരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ പുറത്തു പോകണമെന്ന് നാം കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അതും നിർബന്ധമായ നിയമമായി നിങ്ങൾക്ക് നാം വിധിച്ചിരുന്നുവെങ്കിൽ. മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും, അവരിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. ശരിക്ക് ഇത്താഅത്തുർ റസൂൽ, അതാണല്ലോ ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞത് അല്ലേ? അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യണം? അതനുസരിക്കണം.
അള്ളാഹിൻ്റെ കൽപ്പന അങ്ങനെയാണ് വിശ്വാസികൾ അനുസരിക്കേണ്ടത്. ഇവിടെ ഖത്ലുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അത് അൽ ഇന്തിഹാർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ബനി ഇസ്രായേലിയരോട് അള്ളാഹ് അങ്ങനെ പണ്ട് കൽപ്പിച്ചിരുന്നു അല്ലേ? അവർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് ദിവസം അവരെ വിട്ടുപോയപ്പോഴേക്കും 40 ദിവസമേ അവിടുന്ന് വിട്ടുപോയിട്ടുള്ളൂ. അപ്പോഴേക്കും അവരെന്തുണ്ടാക്കി? ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു പ്രവാചകൻ്റെ സാന്നിധ്യത്തിൽ പ്രവാചകനെ കണ്ടും കേട്ടും ജീവിച്ച ഒരു വിശ്വാസി സമൂഹത്തിന് വരുന്ന വിശ്വാസത്തിലുള്ള വ്യതിയാനമാണ് നമ്മളെ മനസ്സിലാക്കി. പിശാച് എത്ര മേൽ പണിയെടുക്കുന്നുണ്ട് വിശ്വാസികൾക്കിടയിൽ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ ഈമാന് തെറ്റിക്കാൻ മൂസാ നബിനെ നേരിൽ കാണുക. അപ്പം വരും പറഞ്ഞ് പോയതാ. മൂസാ നബി മടങ്ങി വരുന്നോട് ഉറപ്പാണ് അവർക്ക്. എന്നിട്ട് 10-40 ദിവസത്തിൻ്റെ ഇടയിൽ അള്ളാനെ വിട്ട് ആരെ? അതെന്നെ സ്വന്തം പശുക്കുട്ടിയുടെ രൂപം പ്രതിഷ്ഠ. ഉണ്ട്, അബ്രു നബി ഉണ്ട്. അബ്രു നബി കൂടെ ഉണ്ട്. എന്നിട്ടും അവർ സമൂഹം വിശ്വാസത്തിൽ നിന്ന് എങ്ങനെയും എന്ത് ചെയ്യാം, എപ്പോഴും വ്യതിചലിച്ച് പോകാം. അതാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപൂർവ്വം തൻ്റെ അനുചരന്മാരെ തന്നെ ഉണർത്തിയത്, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ, നിങ്ങളുടെ തൗഹീദിനെ, നിങ്ങളുടെ ആദർശത്തെ എന്ത് ചെയ്യണം? പരിക്ക് പറ്റാതെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്. എപ്പോഴും അതാണ്. അതായത് നമ്മൾ ചൊല്ലുന്ന ദിക്റുകളിലധികം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനി ഹാജിമാർ അറഫയിൽ നിന്ന് ചൊല്ലുന്ന ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറഫയിലുള്ള ദുആ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ പോലെ, ദിക്ർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ പോലെ ഈ ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആദർശത്തിൻ്റെ, തൗഹീദിൻ്റെ, ഏകദൈവ വിശ്വാസത്തിൻ്റെ കാര്യം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളുടെ മനസ്സിൽ കൂടെയുണ്ടോ, ജീവിതത്തിലുണ്ടോ, എന്നാൽ അവനെന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. ഇനി തസ്ബീത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ കലിമ, അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. സൂറ ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഉത്തമമായൊരു വചനം ഉപമയായി വിശദീകരിച്ചു തരട്ടെ എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്, അലം തറ കൈഫ ലറബല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഉപമിച്ചു തന്നിരിക്കുന്നത്. കലിമ ത്വയ്യിബ, ഉത്തമമായ വചനം എന്നത് ഏതാണ്? നമ്മൾ ഉരിയാടുന്ന ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവുമായ വചനം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഏതുപോലെയാണ്? കശജറത്തിൻ ത്വയ്യിബ, ഉത്കൃഷ്ടമായ ഒരു വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിൻ്റെ അവസ്ഥ പഠിച്ചോൻ പറഞ്ഞുതരാണ്. അസ്ലുഹാ സാബിത്ത്, അതിൻ്റെ അടിവേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങി ഉറച്ചു കിടക്കുകയാണെന്ന്. സാബിത്ത് എന്ന് പറയുന്നത് ഉറച്ചു കിടക്കുകയാണ്. എത്ര വലിയ കൊടുങ്കാറ്റ് വന്ന് അടിച്ചാലും അതിനെ കടപുഴക്കാൻ കഴിയില്ല. എത്ര വലിയ മലവെള്ളപ്പാച്ചിലുകൾ വന്നാലും അത് കുലുങ്ങാതെ നിൽക്കും. അസ്ലുഹാ സാബിത്ത്. ദുനിയാവിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ കൊടുങ്കാറ്റുകളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. ഏതിൽ നിന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ രൂഢമൂലമാണോ ആ വിശ്വാസിയെ ഒരാൾക്ക് തളർത്താൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് നമ്മുടെ ശക്തി. അതേപോലെ തന്നെ വഫറുഹാ ഫിസ്സമാ, ആ വടവൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ
അത് ആകാശത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഒരു വൃക്ഷം ഇവിടെ നിർവഹിക്കുന്ന ദൗത്യം എന്താണെന്ന് നോക്കൂ. അത് സ്വയം വെയിൽ കൊണ്ടിട്ട് തൻ്റെ തണലിൽ വിശ്രമിക്കാൻ വരുന്ന, അഭയം തേടി വരുന്ന ആളുകൾക്ക് തണൽ കൊടുക്കുന്നു. സ്വന്തം വെയിൽ ഏൽക്കുകയാണ്, മറ്റുള്ളവർക്ക് തണൽ കൊടുക്കുന്നു. അതാണ് ഒരു വിശ്വാസി. അപ്പോൾ തന്നിൽ പ്രതീക്ഷയോടുകൂടി വരുന്ന ആളുകൾക്ക് അഭയം, താങ്ങും, തണലും അങ്ങനെ ചെയ്യേണ്ടവനാണ്. തണലിലേക്ക് മാറേണ്ടവനല്ല, തണലായി മാറേണ്ടവനാണ് ആര്? വിശ്വാസി എന്ന് പറയുന്നത്. ആ ഷജറയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിട്ടുള്ളത്. മാത്രമല്ല എല്ലാ തുഅ്തി ഉകുലഹ കുല്ല ഹീൻ എന്ന് പറയുന്നത്. ആ വൃക്ഷം എപ്പോഴും അതിൻ്റെ ഫലം നൽകിക്കൊണ്ടേയിരിക്കും, മരണം വരെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത ദൗത്യം എന്താണ്? തുഅ്തി ഉകുലഹ, നമ്മൾ മറ്റുള്ളവർക്ക് ഫലം നൽകിക്കൊണ്ടിരിക്കുക. നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട്, മറ്റു സംഗതികളൊക്കെ സഹിക്കുന്നുണ്ട്. തുഅ്തി ഉകുലഹ, ഇത് എപ്പോഴും കുല്ല ഹീൻ, എല്ലാ സമയത്തും. നമ്മളെപ്പോഴൊക്കെ ലൈവായിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കണം. എത്ര സുന്ദരമായ, ലളിത മനോഹരമായ ഉപമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഈ സൂറ ഇബ്രാഹിമിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നത് നോക്കൂ നിങ്ങൾ. ഏത് സമയത്തും നമ്മൾ മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സമയം അതിൽ നിന്ന് ഒഴിവാകുന്നുള്ളൂ. ഒന്നെപ്പോഴാണ്? നമ്മൾ ഉറങ്ങുന്ന സമയം. ഒരു വൃക്ഷസത്തെ സംബന്ധിച്ചിടത്തോളം അതുമില്ല. ഒരു വിശ്വാസിയുടെ ഉറക്കം പോലും മറ്റുള്ളവർക്ക് എന്തായിരിക്കും? രക്ഷയായിരിക്കും. മൂപ്പരെൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടല്ലോ, അയാൾ എൻ്റെ അടുത്ത് ഉറങ്ങുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാകും. സംരക്ഷണവും സുരക്ഷിതത്വവും കൊടുക്കും. നമ്മുടെ സാന്നിധ്യം പോലും അത് ഉറങ്ങിക്കിടക്കുന്നവനാകട്ടെ. പിന്നെ നമുക്കൊന്നും ചെയ്യാതൊക്കെ എപ്പോഴാണ് അബോധാവസ്ഥ. സാധാരണഗതിയിലുള്ള ബോധത്തിൽ നിന്നുള്ള ഒരു കൊച്ചു മരണമാണിത്, ഉറക്കം. പിന്നെ അബോധാവസ്ഥയാണ്. ഇതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ലൈവാണ്. തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ. അതൊക്കെ എങ്ങനെ കൊടുക്കുന്നത്? ബിഇദ്നി റബ്ബിഹാ. ആ വൃക്ഷത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് തൻ്റെ രക്ഷിതാവിൻ്റെ പെർമിഷനോട് കൂടിയാണ്. കണക്റ്റഡാണ്. നമ്മളാരുമായിട്ട്, റബ്ബുമായിട്ട് കണക്റ്റാണ്. തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഇത്തരം ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസികളായ നമ്മൾ നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും ലാ ഇലാഹ ഇല്ലല്ലയെയും ജീവിതാന്ത്യം വരെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നാണ്. അപ്പം അല്ലാഹുവിനുള്ള ഇത്താഅത്ത്, അതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യം അതാണ്. നാം അവരോട് ഇങ്ങനെയൊക്കെ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അബ്ഖുറുജൂ മിൻ ദിയാരിക്കും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും, അവരിൽ നിന്നും വളരെ കുറച്ചാളുകൾ മാത്രമേ അതൊക്കെ ചെയ്യുമായിരുന്നുള്ളൂ എന്നാണ്. അള്ളാഹു ഇതിൽ വിശദീകരിച്ചു തരുന്നത് എന്താണെന്നോ? ബയ്യനല്ലാഹു ലനാ ഫീ ഹാദിഹിൽ ആയ അന്ന സ്വാദിഖൽ ഈമാനി ഹുവല്ലദീ യുതീഉല്ലാഹ ഫീ കുല്ലി മാ യഅ്മുറു ബിഹി. ശരിക്ക് സത്യസന്ധമായ ഈമാൻ മനസ്സിൽ രൂഢമൂലമായ ഒരാൾക്ക് അള്ളാഹു കൽപ്പിക്കുന്ന എന്തും അങ്ങനെ തന്നെ നിർവഹിക്കാനാവൂ എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവന് അള്ളാഹിൻ്റെ ഏത് കൽപ്പന കിട്ടിയാലും അനിഷ്ടം ഉണ്ടാവില്ല. എന്തായിരിക്കും? ഇഷ്ടമായിരിക്കും. അവനൊരിക്കലും അതൊരു പ്രയാസകരമായി തോന്നുകയില്ല. ഏത് കൽപ്പനയും അവൻ എന്തായിരിക്കും? എളുപ്പമായിട്ടായിരിക്കും തോന്നുക എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി, എന്നാൽ അവരോട് ഉപദേശിക്കുന്ന കാര്യം അവരെങ്ങാനും
നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ, വലോ അന്നഹും ഫഅലൂ, അവർ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ, അവർ ചെയ്തിരുന്നുവെങ്കിൽ എന്ത്? മാ യുഅദൂന ബിഹി, അവരോട് ഉപദേശിക്കപ്പെടുന്ന കാര്യം, അവർക്ക് നൽകിയ ഉപദേശപ്രകാരം അവർ ജീവിക്കുമായിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അവർക്ക് അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുമായിരുന്നു, അതായിരിക്കും അവർക്ക് ഏറ്റവും ഉത്തമമായി തീരുക. വഅശദ്ദ തസ്ബീത, അതേപോലെ തന്നെ അത് അവരെ ഏറ്റവും ശക്തമായി ഉറപ്പിച്ചു നിർത്തുന്നതുമാകുമായിരുന്നു. അശദ്ദ തസ്ബീത്ത് എന്ന് പറഞ്ഞ, തസ്ബീത്ത് എന്താണ്? ഉറപ്പിച്ചു നിർത്തുക. സബ്ബത്ത യുസബ്ബിത്തു തസ്ബീത്ത്. ഈ സൂറ ഇബ്രാഹിമിലെ ആയത്തിന് ശേഷം അള്ളാഹ് വിശദീകരിക്കുന്നത് തസ്ബീത്തിനെ കുറിച്ചാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. ഖൗലു സാബിത് എന്ന് പറഞ്ഞത് സുസ്ഥിര വചനം എന്ന് പറഞ്ഞ ആ വചനം ഏതാണ്? ഈ കലിമ തയ്യിബയാണ്. അതേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വചനത്തെ കൊണ്ട് അല്ലാഹു യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, എവിടെയൊക്കെ അല്ലാഹു അവർക്ക് ധൈര്യവും സ്ഥൈര്യവും സ്ഥിരതയും നൽകും. തസ്ബീത്ത്, സ്ഥിരപ്രതിഷ്ഠ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഒരു വിശ്വാസിക്ക് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ, അവൻ്റെ സംസ്കാരത്തിൽ സ്ഥിരപ്രതിഷ്ഠ അവൻ നേടുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തയ്യിബയിലൂടെ. അത് ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലുണ്ടാകും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ജീവിതത്തിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ള തസ്ബീത്ത് വേണം. ഖബറിൽ നമുക്ക് എന്തുകൊണ്ടുള്ള തസ്ബീത്ത് വേണം? ഖബർ ജീവിതത്തിൽ ബർസഖിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ള തസ്ബീത്ത് വേണം. വിചാരണ വേളയിൽ എന്തുകൊണ്ട് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ള തസ്ബീത്ത് വേണം. അങ്ങനെ വിചാരണ എളുപ്പമായി തീരുന്ന ഒരാളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ മരിച്ച് ഒരു വ്യക്തിയെ ഖബറിലേക്ക് വച്ച് മണ്ണിട്ട് മൂടി പിന്നെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റസൂൽ പഠിപ്പിച്ചെന്ന് അല്ലേ? റസൂൽ എന്താ പറഞ്ഞത്? ഫസ്അലൂ ലഹു തസ്ബീത ഫഇന്നഹുൽ ആന യുസ്അൽ. ആ മരണപ്പെട്ട വ്യക്തി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ തസ്ബീത്ത് ചോദിച്ചു കൊള്ളുക അദ്ദേഹത്തിന് വേണ്ടി. അത് നമ്മൾ തസ്ബീത്ത് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, اللهم ألهمه الجواب، اللهم جاف القبر عن جنبيه، اللهم اغفر له وارحمه، اللهم آمنه من كل الفزع. 5 കാര്യങ്ങളാണ് പഠിച്ചവനോട് ഈ മയ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തണേ. പറഞ്ഞാൽ എന്താ? ധൈര്യം നൽകണേ റബ്ബേ. എന്തില്ല ആൾക്ക് ഇത് മറുപടി പറയാൻ കഴിയുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൗലു തസ്ബീഹ്, ഖൗലു സാബിത്ത് ജീവിതത്തിൽ പ്രയോഗിച്ച, അത് നടപ്പിലാക്കിയ ഒരാൾക്ക് ഖബറിൽ ഉത്തരം നൽകാൻ കഴിയുള്ളൂ, അല്ലേ? അല്ലാതെ എല്ലാവരും പോയതിനു ശേഷം ഏതെങ്കിലും ഒരാളാണ്ട് തലക്കുമ്പുറത്തിരുന്ന് ഇദാ ജാഅക്കൽ മലക്കാനിൽ അദീമാനിൽ കബീറാൻ, വലിയ 2 മഹത്തുക്കളായ മലക്കുകൾ നിന്റെ അരികിൽ വന്ന് ചോദിച്ചാൽ എന്ത്? മൻ റബ്ബുക ഫഖുൽ റബ്ബി അല്ലാഹ്, നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ റബ്ബ് അല്ലാന്ന് പറഞ്ഞോ. ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണ മാതിരി ദുനിയാവുന്ന ആഖിറത്തേക്ക്, ദുനിയാവുന്ന ഖബർക്ക് അത് കേൾക്കുമോ? അങ്ങനെ മറുപടി പറയാൻ കഴിയുമോ? ഇല്ല. അത് പഠിച്ചോൻ തന്നെ എന്ത് ചെയ്യണം? അതിനുള്ള തസ്ബീത്ത് കൊടുക്കണം. അതാണ് പഠിച്ചവനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ ജവാബ്, ഉത്തരം മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ അത് പറയാനുള്ള ഉത്തരം നീ തോന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബേ എന്നാണ് ഇവിടുന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞെന്തായി? പിന്നെ
പിന്നെ മുസ്ലിയാർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? എന്തോത്ത് എന്നാണ് പറയാ? തെൽക്കീനോത്ത്. ആ, തെൽക്കീനോത്ത്. തലൻ്റെ ഭാഗത്ത് നിന്നിട്ട് തെൽക്കീനോത്തി കൊടുക്കുക. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹ് ഇൽഹാം കൊടുക്കണം, തോന്നിപ്പിച്ചു വിടണം. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റാൻ ജംബൈ, ഇരുവശങ്ങളിൽ നിന്നും ഖബറിനെ നീ അകറ്റണേ റബ്ബേ. ഖബറിനൊരു പിടുത്തുണ്ടാവുന്ന മയ്യത്ത് വെക്കുമ്പോഴേ ഖബറൊന്നും എന്ത് ചെയ്യും? ഞെരുക്കും. അപ്പം റസൂല പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു, അവരുടെ വാരിയല്ലുകൾ ഇങ്ങനെ കോർക്കപ്പെടും. അതാണ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു. പഠിച്ചോനെ നീ പാപങ്ങൾ പുറത്തു കൊടുക്കണം, കരുണ ചൊരിയണം. അല്ലാഹുമ്മ ആമിൻഹു, അല്ലാഹുവേ നീ നിർഭയത്വം നൽകണം ഈ മയ്യത്തിന്. എന്തിൽ നിന്ന്? മിൻ കുല്ലി ഫസ്അ, എല്ലാവിധ ഭീതികളിൽ നിന്നും വെപ്രാളങ്ങളിൽ നിന്നും. ദുനിയാവല്ല ഖബറ്, ഖബറിൽ ഉണ്ടാക്കാനിടയാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ നിർഭയത്വം നൽകണേ റബ്ബ്. ഇത് പ്രാർത്ഥിക്കുക. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവിടെയൊക്കെ രക്ഷ എന്തായിരിക്കും? ഖൗലു സാബിത്ത്. അപ്പോൾ സുസ്ഥിര വചനം എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിലും അതാ പറഞ്ഞത്, അതില്ലക്കാന ഖൈറൻ ലഹും, അവരുടെ ജീവിതത്തിലുടനീളം അതവർക്ക് ഗുണകരമായിരിക്കും, ഉത്തമമായിരിക്കും. പിന്നെന്താ പറയുന്നത് അല്ലാഹു? വഅശദ്ദ തസ്ബീതാ, ശക്തമായി അവരെ അവരുടെ സ്വർഗസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതുമായിരിക്കും. അപ്പം അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്നാണ്. ഇനി നോക്കൂ, അങ്ങനെ ഇത്താഅത്തുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുസരിക്കുന്ന സ്വഭാവം ശീലിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഇദൻ ലആതൈനാഹും മിൻ ലദുന്നാ അജ്റൻ അളീമാ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരികിൽ നിന്ന് നാം അവർക്ക് നൽകുക തന്നെ ചെയ്യും. ലആതൈനാഹും, നാം അവർക്ക് നൽകും. മിൻ ലദുന്ന, ആരിൽ നിന്ന്? മിൻ ഇൻദിന, നമ്മുടെ അരികിൽ നിന്ന്. അജ്റൻ അളീമാ, മഹത്തായ പ്രതിഫലം. പഠിച്ചോൻ്റെ ഈ മഹത്തായ പ്രതിഫലം കിട്ടിയിട്ട് വേണം എന്ത് നേടാൻ? സ്വർഗം നേടാൻ. സ്വർഗം അങ്ങനെ ഇങ്ങനെയും തട്ടിമുട്ടി നേടാൻ പറ്റാവുന്നൊരു സംഗതിയല്ല. അങ്ങനെ ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ശരിയാക്കാറില്ലേ? അങ്ങനെ ശരിയാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്ത്? സ്വർഗം. അതുകൊണ്ടാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. ഗാലി എന്ന് പറഞ്ഞാൽ എന്താ? ബഹുത്ത് മഹങ്കാ ഹേ, കേട്ടോ. അത് ചില്ലറ കാശ് കൊടുത്തിട്ട് വാങ്ങാൻ കഴിയുന്നെന്ന് വിചാരിക്കേണ്ടെങ്കിൽ. ഗാലി എന്ന ഏറ്റവും വില കൂടിയതാണെന്ത്? സ്വർഗം. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അറിയുക അള്ളാഹു വിൽപ്പനക്ക് വച്ചിട്ടുള്ള ഈ ചരക്ക് നല്ല വിലയുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിലയുള്ളതാണെന്ത്? സ്വർഗം. അതെങ്ങനെയാ വാങ്ങേണ്ടത്? അതും സൂറ തൗബയിലുള്ള പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇശ്തറാ, അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു, മിനൽ മുഅ്മിനീന, വിശ്വാസികളിൽ നിന്ന്, അൻഫുസഹും വഅംവാലഹും, അവരുടെ ശരീരവും അവരുടെ സമ്പത്തും. അള്ളാഹ് ഇങ്ങോട്ട് വാങ്ങുക. അള്ളാഹ് എന്താ പറയാൻ തരിക? ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് എന്ത് കൊടുക്കുക? സ്വർഗം കൊടുക്കുക. അപ്പോൾ നമ്മൾ സമ്പത്ത് കൊടുത്ത് തന്നെ വാങ്ങണം. അങ്ങനെ പിശുക്കി പിടിച്ച് നിൽക്കേണ്ട. സക്കാത്ത് ഇപ്പം എത്രയേ നമ്മൾ കൊടുക്കണുള്ളൂ? 2.5%. 2.5 ഇല്ലാത്തൊരു കണക്കറിയില്ലായിരിക്കും. 5 ഉണ്ട്, 10 ഉണ്ട്, 20 ഒക്കെ ഉണ്ട്. ഇതൊക്കെ സക്കാത്തിൻ്റെ കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ സമ്പത്തിൻ്റെ ഇനമനുസരിച്ച് 2.5%. മിക്കവാറും അധികം ആൾക്കാർക്ക് 2.5 ഉണ്ടാവുള്ളൂ. അബ്രഹാം സാഹിബ് ശമ്പളത്തിൻ്റെ പെൻഷൻ്റെ കൂട്ടുണ്ടായി, വേറെ വരുമാനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്നാൽ കൃഷി ഉണ്ടാവില്ലേ? കൃഷിയിൽ 5% വരും. അതേപോലെ തന്നെ മറ്റ് വരുമാനം ഉണ്ടെങ്കിൽ 10% വരും. അല്ലാതെ നിങ്ങൾക്ക് കിട്ടിയൊരു സംഖ്യ എന്ന് വിചാരിച്ചോളി, നിധി കിട്ടണ മാതിരി.
അപ്പം നിധിൻ്റെ കൊടുക്കേണ്ടി വരും. ഇതെങ്ങനെ കിട്ടും? നിധി കിട്ടണ മാതിരി കിട്ടിയാന്ന് അങ്ങനെ പറയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ 2.5% പോരാ. നിധിക്ക് എത്ര കൊടുക്കേണ്ടത്? 20%. അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്ത് വാങ്ങേണ്ടത് തന്നെയാണെന്ത്? സ്വർഗം. അത് സമ്പത്തിൻ്റെ കാര്യം. ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗല്ലേ? ജിഹാദ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ ജിഹാദൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? വജാഹിദു ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും. നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യൂ. ജിഹാദുൽ മാൽ, ജിഹാദുൽ നഫ്സ്. ആദ്യം പറഞ്ഞ പഠിച്ചോൻ സമ്പത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയ ത്യാഗം തന്നെയാണ്. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുകയാണെങ്കിൽ മഹത്തായ പ്രതിഫലം, അള്ളാഹിൻ്റെ പ്രതിഫലമാണെന്ത്? സ്വർഗം. ആ സ്വർഗം നേടാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അതിനുള്ള അവസരം നമ്മളെ മുമ്പിൽ വരുന്നത്. റമദാൻ മാസമൊക്കെ വരുന്നത്, അതൊന്നും പാഴാക്കരുത്. വലഹദൈനാഹും സിറാത്തം മുസ്തഖീമ. ഇത് പഠിച്ചവൻ്റെ ഒരു ഓഫർ തന്നെയാണ്. വലഹദൈനാഹും, നാം അവരെ വഴി നടത്തുക തന്നെ ചെയ്യും. അല്ലാഹ് നമുക്ക് ഹിദായത്ത്, ഹിദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയണില്ലേ? എത്ര തവണ ഒരു ദിവസം പറയണത്? കാരണം എന്താ? സുബഹിസ്കരിച്ചു, നൂറാണിൻ്റെ അടിയിൽ എപ്പോഴും വഴി തെറ്റാൻ സാധ്യതയുണ്ട്. 5 വക്തിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേർവഴിയിൽ എന്നെ നീ വഴി നടത്തേണമേ. ഹദാ യഹ്ദി, നേരായ വഴിയിൽ, സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ നീ വഴി നടത്തണേ റബ്ബേ. നമ്മളെ ഈ ഹിദായത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആരുടെ തൗഫീഖ് കൊണ്ട് തന്നെയാണ്? അള്ളാഹിൻ്റെ. ഇത്ര പെട്ടെന്ന് ആൾക്കാർ മാറണമെന്നോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരാളെ പിന്നെ കാണുമ്പോൾ ആള് ആകെ കോലം മാറിയിട്ടുണ്ടാവും. നല്ല മനുഷ്യന്മാരെ ഇങ്ങനെ അവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യം കണ്ട് പരിചയപ്പെട്ട എന്താ വിശ്വാസുഖം തന്നെ. പിന്നെ അയാളെ കയ്യിലൊരു യന്ത്രമുണ്ട്, കിട്. അതെന്താ അത് ചോദിച്ചു. അത് ഒരു ഉസ്താദിനെ കണ്ടപ്പോൾ മുപ്പര് തന്നതാണ്. ദിക്റ് ചൊല്ലാൻ, എണ്ണം പിടിക്കാനാണ്. എല്ലാ കാര്യങ്ങളും ഇതൊക്കെ അറിയണ മനുഷ്യനാണ്. അപ്പോൾ ദിക്റ് ചൊല്ലാൻ ഇത് വേണം. ദിക്റുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. ദിക്റുള്ള അല്ലേ? അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹിനെ സ്മരിക്കുക. അത് ദിക്റ് ചൊല്ലലും മനസ്സിലുണ്ടാകലും നമ്മുടെ ചുണ്ടുകളിൽ, അതാണ് ജപസഞ്ചലിതങ്ങളായ, ജപിക്കാന്ന് പറയുന്നത് ജപസഞ്ചലിതങ്ങളായ ഓഷ്ടങ്ങൾ എന്നാ പറയാം. ഓഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ചുണ്ട്. ആൾക്കാർക്ക് തിരിയാത്ത ഭാഷയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദിക്റ് ചൊല്ലുക എന്നുള്ളത് ഏറ്റവും അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും പറയുന്നു. വല ദിക്റുല്ലാഹി അക്ബർ, ദൈവസ്മരണയാണ് ഏറ്റവും വലുത്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ അതിന് ഈ സാധനം വേണം. തസ്ബീഹ് മാല വേണമെന്നുണ്ടോ? ഇല്ല, അതൊക്കെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ആയിഷ ബീവി പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ദിക്റ് ചൊല്ലാൻ എന്ത് തന്നെ മതി? നിങ്ങളുടെ വിരലുകൾ തന്നെ മതിയല്ലോ, കൈവിരലുകൾ. പഠിച്ചോ നല്ല അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3 വരല്ലേ അല്ലേ? അല്ലെങ്കിൽ 3 വര ഇങ്ങനെ നോക്കിയാലും മതി. 3 എത്രയായി? 15. പിന്നെ ഒരു തവണയും കൂടി ആവർത്തിച്ചാൽ എത്രയായി? 30. പിന്നെ ഒരു വിരലിൻ്റെ 3 കൊടുത്താൽ എത്രയായി? 33. വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അതെങ്ങനെ കൊണ്ടുനടക്കേണ്ട അവിടെ. പിന്നെ മറ്റ് ഒരു അഡീഷണൽ നമ്മളെ കൂടെ ഉണ്ടാകുകയാണെങ്കിൽ എപ്പോഴും അടങ്ങാറ് തന്നെ ആയിരിക്കും. നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഈ സംഗതിയൊക്കെ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെന്നെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞതല്ല. വലിയ വലിയ വ്യതിചലനങ്ങളും വ്യതിയാനങ്ങളുമാണ് മനുഷ്യന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും സിറാത്തുൽ മുസ്തഖീമിൽ അല്ലാഹു നമ്മെ വഴി നടത്തണം എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയാണ്. അതിനും എന്ത് വേണം? തഖ്വാബോധം വേണം. തഖ്വന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചവൻ. ഇപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നൊരു നിലപാട് വിശ്വാസികളായി നമ്മൾ എടുക്കാൻ പാടുണ്ടോ? അവർ ഓതുന്ന ഖുർആൻ, ഇവർ ഓതുന്ന ഖുർആൻ, അവരും പറയുന്ന ഹദീസ്, ഇവരും പറയുന്ന ഹദീസ്, എന്നിട്ട് നമ്മൾ ഒന്നുമല്ലാതെ ഇങ്ങനെ പോകുമോ? ഇങ്ങനെ പോകാൻ പാടുണ്ടോ?
ദുനിയാവിൻ്റെ ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുക്കും. അങ്ങനെ ചെയ്താലും തരക്കേടില്ല, അങ്ങനെ ചെയ്താലും തരക്കേടില്ല എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് ആരെങ്കിലും നിൽക്കുമോ? എന്താണ് അതിൽ ശരി, ഏതാണ് അതിൽ തെറ്റ്, ഏതാണ് ഗുണകരം, ഏതാണ് ദോഷകരം എന്ന് കണ്ടെത്തിയിട്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് അത് ചെയ്യൂലേ മനുഷ്യന്മാർ? പിന്നെ അതിനേക്കാൾ സീരിയസ് ആയ പരലോകത്തിൻ്റെ കാര്യത്തിൽ, സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല? അതിന് ബുദ്ധി ഉപയോഗിക്കണം. നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തി മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം സൂറത്ത് മുൽക്കിൽ പറയുന്നുണ്ട് അല്ലേ? മിക്കയോടെ എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നല്ലോ അറിഞ്ഞിട്ടില്ലായിരുന്നോ, കേട്ടിട്ടില്ലായിരുന്നോ ചോദിക്കുന്നില്ലേ? അവരെന്താ പറയുന്നത്? നിങ്ങൾ കേട്ടിരുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, ഒന്നുമല്ല എന്ന് നിങ്ങൾ വിചാരിച്ചു. പിന്നെ അവർ വിലപിക്കുന്നുണ്ട്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. എന്താ നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ വിലാപം? ലൗ കുന്നാ നസ്മഉ, ഞങ്ങളെങ്ങാനും കേട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. കേൾക്ക് മാത്രമല്ല, ലൗ കുന്നാ നസ്മഉ കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? നഅഖിലു എന്ന് പറഞ്ഞാൽ എന്താ? അഖല യഅഖിലു, ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെന്നെ ഉപയോഗിക്കണം? ബുദ്ധി ഉപയോഗിച്ചോളൂ. സ്വർഗത്തിലേക്ക് പോകാനും കൂടിയാണ് എന്ത്? ബുദ്ധി. മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ നരകക്കാരിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല എന്നാണ് അവരുടെ വിലാപം. വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് അവർ വിലപിക്കുന്നത് പഠിച്ചോൻ മുൻകൂട്ടി നമുക്ക് അറിയിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെ വിലാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും, അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കി തരും. ഇത് വലിയൊരു സൗഭാഗ്യമാണ് കേട്ടോ. അള്ളാഹ് ഉണ്ടാക്കി തരുന്നൊരു സൗഭാഗ്യം എന്താ? ഫുർഖാന, സത്യവും അസത്യവും എന്താണെന്ന് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള അറിവും ബുദ്ധിയുമാണ്. വിവേചന ശക്തി നിങ്ങൾക്ക് നൽകുന്ന. അപ്പോൾ തഖ്വയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹ് നമുക്ക് ഈ സത്യാസത്യം വിവേചിച്ചറിയാനുള്ള ആ കഴിവ് നൽകുന്നത് തഖ്വ. അപ്പോൾ തഖ്വയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൈവിടാൻ പാടില്ല. അതാണ് വലഹദൈനാഹും സിറാത്തം മുസ്തഖീമ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകുന്നത്, ഹിദായത്തിൽ നമ്മളെ തുടർത്തുന്നത് നമ്മുടെ കൂടി അധ്വാനവും പരിശ്രമവും അതിലുണ്ട്. അല്ലാതെ പഠിച്ചോ അങ്ങനെ കൊണ്ട് നടക്കുകയാണോ? ഇല്ല. അതിൽ പ്രധാനപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ. നേരത്തെ പറഞ്ഞ പോലെ, ഇതിൻ്റെ മുന്നിൽ വിശദീകരിച്ച പോലെ, ഇത്താഅത്തുല്ലാഹ് വ ഇത്താഅത്തുർ റസൂൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അജ്റുൻ അളീം. എന്താണ്? ഫീഹാ, ആ സ്വർഗത്തിൽ എന്താണുള്ളത്? മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണിനും ഇതുവരെ കാണാനാവാത്ത അനുഗ്രഹങ്ങളും അനുഭൂതികളുമാണ് അവിടെ ഉള്ളത്. വലാ ഉദ്നുൻ സമിഅത്, ഇതുവരെ ഒരു ശ്രവണപുടങ്ങളിലും വന്ന് പരിചയപ്പെടുത്താത്ത വിഭവങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു കാതും കേൾക്കാത്തത്. വമാ ഖതറ അലാ ബാലി അഹദ്, ഒരു മനുഷ്യൻ്റെ മനസ്സിലും വിഭാവന ചെയ്യാൻ കഴിയാത്തത്, ഒരാൾക്കും പ്ലാൻ ചെയ്യാൻ കഴിയാത്തത്. നമ്മുടെ ഭാവനകളല്ലേ കുറേ സംഗതികൾ ഉണ്ടാകുന്നത്. ഒരു ആർക്കിടെക്റ്റ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാൾ, അയാൾ സാധനം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തുണ്ടാവും? മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവില്ലേ? നമുക്കും ഉണ്ടാവില്ലേ? പല സംഗതികൾക്കും ഒരു പ്ലാൻ ഉണ്ടാവില്ലേ? അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന നമ്മളെ സഹോദരികൾക്കൊരു പ്ലാൻ ഉണ്ടാവില്ലേ? അല്ലേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം, ഉച്ചഭക്ഷണം എന്തായിരിക്കണം, ഏത് ഇനായിരിക്കണം,
അതാണ് കരുതുക, പ്ലാൻ ഉണ്ടാവും. പക്ഷെ ഇത് ഒരാൾക്കും പ്ലാൻ ചെയ്യാൻ തന്നെ കഴിയാത്തതാണ്. എവിടെ ഉള്ളത്? അവിടെ എത്തിയാൽ തന്നെ അത് അറിയുള്ളൂ. പഠിച്ചോ നമ്മളൊക്കെ അവിടെ എത്തിച്ചു തരുമാറാകട്ടെ. ആമീൻ. അതാണ് അജ്റുൻ അലീം, അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം. ഇനി ഇത്താഴത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കേട്ടോ. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനകളെ അനുസരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിപ്പിച്ചു തരുന്ന അവർക്ക് കിട്ടുന്ന പദവികളെക്കുറിച്ചൊക്കെ അള്ളാഹു വിശദീകരിച്ച് ഇന്നൊരായത്താണ്. ഇനി പരിശുദ്ധ റമദാനുകൾ എത്താൻ എത്ര ദിവസമുണ്ട്? ഒരു വീക്ക്. മാർച്ച് 1 തന്നെ നോൻപോറ്റ് തുടങ്ങിയുണ്ടോ അല്ലേ? ഒരു മാസം ഇൻഷാ അല്ലാഹ് നോമ്പും പെരുന്നാളിനും ഒരു മാസം പഠിച്ചോ നിശ്ചയിച്ചെന്ന മാതിരി ഉണ്ട് ഇപ്പോൾ ഇനി വരുന്ന ഈ പരിശുദ്ധ റമദാൻ. അപ്പോൾ ഈ എല്ലാ വിഷയത്തിലും അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ട്, റസൂലിൻ്റെ കൽപ്പന ഉണ്ട്. ഫമൻ ഷഹിദ മിൻകുമു ഷഹർ ഫല്യസും. റമദാനെ കുറിച്ച് അതാ പറഞ്ഞത്. ഫമൻ ഷഹിദ മിൻകുമു ഷഹറ ഫല്യസും. ആ മാസത്തിൽ ആര് സന്നിഹിതനായോ അവൻ എന്ത് ചെയ്യട്ടെ? ഷഹാദത്താണ് ഷഹീദ. ഫമൻ ഷഹിദ മിൻകുമു ഷഹറ ഫല്യസും. അവൻ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ. അപ്പോൾ നോമ്പിനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ സുന്നത്തുകൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നോമ്പിൻ്റെ ഫർളുകളുണ്ട് അല്ലേ? നോമ്പ് നിഷ്ഫലമായി പോകുന്ന കാര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നോമ്പ് വെക്കുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ നോമ്പ് വെക്കുന്നില്ലേ? നിസ്കരിക്കുമ്പോൾ നോമ്പ് വെക്കുന്നില്ലേ? ഉണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക സമയം മുതൽ ഒരു പ്രത്യേക സമയം വരെ അന്നപാനീയങ്ങളൊക്കെ നമ്മൾ വെടിയുന്നു, വികാര വിചാരങ്ങൾ നിയന്ത്രിക്കുന്നു. നിസ്കാരത്തിൽ നോൻപുണ്ടോ? നിസ്കാരത്തിൽ ജ്യൂസ് കുടിക്കുമോ? ആ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സലാം വീട്ടുന്നവരെ ശരിക്കെന്തുണ്ട്? നോമ്പുണ്ട്. തിന്നണില്ല, കുടിക്കണില്ല. മനസ്സ് എങ്ങോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിലേക്ക് മാത്രം. അത് ശരിക്കും നോമ്പ്. അത് നോമ്പ് എന്ന് പറയുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളൊക്കെ വെടിഞ്ഞ് വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചൊരു ദിവസം പൂർത്തിയാക്കുന്നതാണെന്ത്? നോമ്പ്. ആ നോമ്പിലൂടെ നേടുന്നതാണ് എന്താണ്? ആത്മവിശുദ്ധിയാണ്, ശുദ്ധീകരണം. അവിടെ ഞാൻ ഇവിടെ വന്നപ്പം കുട്ടികളൊക്കെ സജീവമായിട്ട് കേട്ടോ, എല്ലാം ക്ലീനിങ് ആണ് അല്ലേ? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ പള്ളിയൊക്കെ തന്നെ. ആ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ വരെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കണം. എല്ലായിടത്തും വെടിപ്പും വൃത്തിയാണ്. ഒരു പരിശുദ്ധിയുടെ മാസം കൂടിയാണത് റമദാൻ എന്ന് പറയുന്നത്. അതേപോലത്തെ നമ്മളെ വീടുകളും അങ്ങനെ തന്നെയല്ലേ? ഞങ്ങളൊക്കെ നാട്ടിൽ നനച്ചുളി പറഞ്ഞൊരു കുളിയുണ്ട്. അപ്പോൾ വേറെ കുളിയൊന്നും നനയാതെ കുളിക്കരുത് അതുകൊണ്ട് കേട്ടോ. ഇതേതായാലും എല്ലായിടത്തും നനച്ചിട്ടുള്ളൊരു കുളി തന്നെയാണ്. എല്ലാ പൊടിയും ഇതൊക്കെ ഏതോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് സ്വിച്ച് ബോർഡൊക്കെ വെള്ളം ഇതായത് ഷോക്ക് അടിക്കാനൊക്കെ ഉണ്ട്. ആ ജാതി കഴുകണത്. പക്ഷെ അതൊക്കെ നല്ല തന്നെയാണ്. വൃത്തിയും പഠിപ്പും ഇസ്ലാം ദീനും പഠിപ്പിച്ചൊരു സംഗതിയാണ്. നമ്മുടെ ഈമാനിൻ്റെ പകുതിയാണെന്ത്? തൊഹൂർ. ആ തൊഹൂറു നിസ്ഫുൽ ഈമാൻ. കുട്ടികൾ ഹദീസ് ബൈഹാട്ടാക്കാൻ പറയുമ്പോൾ ഒരു 10 ഹദീസ് കാണാൻ പഠിച്ചു വരണമെന്ന് പറയുമ്പോൾ കുട്ടികൾ ആദ്യം പഠിച്ചു വരുന്ന ഹദീസ് ഏതായിരിക്കും? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തൊഹൂറു നിസ്ഫുൽ ഈമാൻ. ശുദ്ധി ഈമാൻ്റെ പകുതിയാണെന്ന്. അതിൻ്റെ തന്നെ വേറൊരു വേഴ്സനും കൂടിയുണ്ട്. അതെന്താണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തൊഹൂറു ശത്രുൽ ഈമാൻ. ഇപ്പം എത്ര ഹദീസായി? 2 ഹദീസ് അവിടെ തന്നെയായി. ഇതെങ്ങനെ കുട്ടികൾ? ശത്രു പറഞ്ഞ ഭാഗം. ശത്രുൽ ഈമാൻ നിസ്ഫുൽ ഈമാൻ. അതൊക്കെയാണ്. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ
അല്ലാഹുവേ എന്നെ നീ അനുദപിച്ച് മടങ്ങുന്നവരിൽ ഉൾപ്പെടുത്തണമേ. ആന്തരിക ശുദ്ധീകരണം, മനസ്സിൻ്റെ ശുദ്ധീകരണം, ആത്മീയ ശുദ്ധീകരണം. വജ്അൽനീ മിനൽ മുത്തത്വഹിരീൻ, ശുദ്ധി സ്വീകരിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. അത് നമ്മൾ ഒന്നുണ്ടാക്കുന്നത്, കുളിക്കുന്നത് ഒക്കെ കൂടുതലുള്ള കാര്യമാണ്. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ നടക്കേണ്ട ഒരു സംഗതിയാണ് എന്ത്? മനസ്സിൻ്റെ ശുദ്ധി. അപ്പോൾ റംസാൻ സ്വീകരിക്കാൻ ഈ ശുദ്ധിയെ പോലെ തന്നെ മനസ്സിനെ ഒന്ന് അതിന് റെഡിയാക്കണം, മനസ്സിനെ ഒരുക്കണം. മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൽ കുറേ മാലിന്യങ്ങളുണ്ട്, അഴുക്കുകളുണ്ടാകും, കറകളുണ്ടാകും. അതൊക്കെ ശരിക്ക് തുടക്കേണ്ടി വരും. ചില കറകളൊക്കെ ആസിഡ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരതേണ്ടി വരും. മറ്റേ ഈ സ്ത്രീകളൊക്കെ കണ്ടിട്ടില്ല, സ്റ്റീൽ ഇത് എന്താണ് പറയാ, അല്ലേ, ആ കമ്പിച്ചണ്ടി അല്ലേ, അതുകൊണ്ട് വരുത്തേണ്ടി വരും ചില കറകളൊക്കെ. അതൊക്കെ കഴുകി കളഞ്ഞ് ആ കറകളൊക്കെ നീക്കിയിട്ടാണ് ദ്വാരക്കണം പഠിച്ചവനോട്. റമദാൻ അങ്ങനെ വൃത്തിയാക്കാൻ. റമദാൻ എന്ന പദത്തിന് കരിച്ചു കളഞ്ഞു എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു ഭാഷയിൽ കേട്ടോ. റമദാൻ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണെന്ന് പറയുന്നത്. റമദാൻ നമുക്ക് സമാഗതമായി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്ന വലിയ ഒരു സൗഭാഗ്യമായി നമ്മൾ കരുതണം. സാധാരണ ഇങ്ങനെ പ്രാസംഗികമായ ആളുകൾ പറഞ്ഞു പോകും, കഴിഞ്ഞ റമദാനില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ അല്ലേ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ നോമ്പ് തുറന്നവർ, എഴുത്തിക്കാഫിരുന്നവർ, ഖുർആൻ ഓതിയവർ, പുണ്യകർമ്മങ്ങളിൽ സഹകരിച്ച എത്രയോ ആൾക്കാർ ഇന്നില്ല. എവിടെയാണ്? ഇവിടെ എവിടെയാണ്? കണ്ണമ്പറമ്പിലാണ്, ഖബറിടങ്ങളിലാണ്. ഇത് പഠിച്ചോ നമുക്ക് നൽകിയ സൗഭാഗ്യമല്ലേ, അതിന് അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്നോ, ആദ്യം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, ആരോടെങ്കിലും അനിഷ്ടമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യണം? പിണക്കം നീക്കാൻ എത്ര എളുപ്പമുള്ള പണിയാണ് പിണക്കം. പിണങ്ങിയ ഒരാളെ ഇണങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ച എന്താണോ, കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യാം? കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്, അസ്സലാമു അലൈക്കും. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യുക? വർത്താനം പറയാം. അതോടുകൂടി എല്ലാ പണക്കങ്ങളും പോകും. നബി തങ്ങൾ തങ്ങൾ പറയുന്നത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. പിന്നെ എങ്ങനെയുണ്ട്? മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്. തുഹഫ ഒരു കിതാബിന്റെ പേരാട്ടോ. മിണ്ടിക്കഴിഞ്ഞിട്ട് പിന്നെ സലാം, നൗഫൽ ഭായ് അസ്സലാമു അലൈക്കും, അല്ല അസ്സലാമു അലൈക്കും നൗഫൽ ഭായ്. അത് മിണ്ടിയിട്ടായിരിക്കും അല്ല പറയേണ്ടത്, സലാമാണ് പഠിച്ചാൻ പറയേണ്ടത്. ഇദാ ലഖീതും ഫസല്ലിമൂഹു, കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യണം? സലാം പറഞ്ഞാൽ നോക്കി നിങ്ങൾ എന്താണ് പ്രാർത്ഥനയല്ലേ? അസ്സലാമു അലൈക്കും ചില്ലറയായിട്ട് കാണരുത് നമ്മളതിനെ. എവിടുന്ന് കൊണ്ടുവന്ന ഈ അഭിവാദ്യം? തഹിയ മുബാറക്ക ത്വയ്യിബ എന്ന് പറഞ്ഞ ഖുർആൻ പരിചയപ്പെടുത്തിയതാണത്. അനുഗ്രഹീതമായ വിശിഷ്ടമായ അഭിവാദ്യ പ്രത്യഭിവാദ്യ വചനം പഠിച്ചോ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിണങ്ങി കഴിഞ്ഞാൽ എന്താണോ, 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ പണക്കം തീർക്കണം. കാരണം എന്താ 3 ദിവസം റസൂൽ വെക്കാൻ കാരണം എന്താണോ, നമ്മുടെ അമലുകൾ വീക്കിലി 2 ദിവസങ്ങളിലായി അള്ളാഹുവിൻ്റെ അരികിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. യൗമുൽ ഇസ്നൈൻ, യൗമുൽ ഖമീസ്. അതിൻ്റെ അടിയിൽ എത്ര ദിവസമാണുള്ളത്? 3 ദിവസം. അപ്പോൾ അള്ളാഹു ചോദിക്കും അമല് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഇയാളും വേറൊരാളും തമ്മിൽ പിണക്കത്തിലാണോ? എന്നാൽ അവിടെ മാറ്റിവെക്കുക. ആ പിണക്കം തീരുന്നത് വരെ, ഈ പിണക്കം തീരുന്നത് വരെ നമ്മുടെ അമൽ എന്ത് ചെയ്യൂല, അല്ലാഹ് സ്വീകരിക്കൂല. ഇത് ആഴ്ചയിലും നടക്കുന്നുണ്ട്, വർഷത്തിലും നടക്കുന്നുണ്ട്. വർഷത്തിൽ നടക്കുന്ന മാസമാണ് ഇത്? ശഅബാൻ മാസം. ഇപ്പം നമ്മളില്ല മാസം.
ആഴ്ചയിൽ ഈ 2 ദിവസമാണ്, യൗമുൽ ഖമീസും യൗമുൽ ഇസ്നൈൻ, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും. മനസ്സിൽ പരസ്പരം വെറുപ്പും അകൽച്ചയും പിണക്കവുമായി നടക്കുന്നവരുടെ അമല് ഇവിടെ വെക്കണ്ട, ഓട്ടത്. അവർ മിണ്ടുന്നവരെ പഠിച്ചോൻ കബൂൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് നമ്മൾ നനച്ചുളിക്കുക, കുളിക്കന്നെ നനച്ചുളി തന്നെ വേണ്ടേ, മനസ്സുളിയാണ് വേണ്ടത്. ഈ പറഞ്ഞ മാതിരി എന്തിനാണ് വേണ്ടത്? മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റമളാനിനെ സ്വീകരിക്കാനും ഒരുങ്ങാനും തയ്യാറാണ്. അല്ലാതെ പഠിച്ചതൊക്കെ കബൂൽ ചെയ്യണ്ടേ? പിന്നെ മനസ്സിൻ്റെ രോഗങ്ങൾ, മനസ്സിൽ ഒരുപാട് രോഗങ്ങൾ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ടല്ലേ. ഒന്നാമത്തേത് കിബിറാണ്, ഈഗോ. പിന്നെ ഹസദ് പറയുന്നുണ്ട്, അസൂയ, അഹങ്കാരം, അഹംഭാവം, പിന്നെ നിഫാക്ക്, ഷിർക്ക്, എല്ലാ സംഗതിയും മനസ്സിൽ പിടിപെടണമാണ്. അതിൽ നിന്നൊക്കെ മോചിതരായി മനസ്സിനെ ശുദ്ധീകരിച്ചാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്. എല്ലാം പഠിച്ചത് കബൂൽ ചെയ്യണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം. ആദ്യം ആ ശുദ്ധീകരണം നടക്കട്ടെ. ബാഹ്യമായ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ ഈ ആന്തരികമായ. ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സഹാബി, അൻസാരി സഹാബിയാണ്, പ്രവാചക സദസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. വുളു എടുത്ത വെള്ളം അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇടത്തെ കയ്യിൽ തൻ്റെ ചെരുപ്പ് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് വരുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് പറയുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളെ കണ്ട് കൺകുളിർക്കണമെന്ന് വല്ലവരും ആഗ്രഹിക്കുന്നുവെങ്കിൽ പള്ളിയുടെ വാതിലിലേക്ക് നോക്കൂ, ഇപ്പൊരാൾ അതിലെ കയറി വരും. അപ്പോൾ ഈ അൻസാരി സാഹിബിയാണ് എന്ത് ചെയ്യുന്നത്? കയറി വരും. നേരത്തെ കൂട്ടി അയാൾ സ്വർഗസ്ഥനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. അയാൾ വന്നിരുന്നു, നബിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് അയാൾ പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം നബി ഇങ്ങനെ പറയുന്നുണ്ട്, ഓ വേറൊരാൾക്കും കൂടി ആ ഭാഗ്യം കിട്ടിയല്ലോ എന്ന് കരുതി ആളുകൾ നോക്കിയപ്പോൾ അയാൾ തന്നെ വരുന്നത്, ആ അൻസാരി സാഹിബ്. 3-ാമത്തെ ദിവസം നബി ഇത് ആവർത്തിച്ചു, അപ്പോൾ അയാൾ തന്നെ വരുന്നത്. അപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കാണ്, ഞങ്ങളൊന്നും ചെയ്യാത്ത അമല് എന്താ അയാൾ കൂടുതലായി ചെയ്യണത്, അതൊന്ന് പഠിക്കണമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇയാളെ വീട്ടിൽ പോയി ഞാൻ 3 ദിവസം അവിടെ വിരുന്നാണെന്ന് പറയാം. വീട്ടിൽ വിരുന്ന് മറക്കാണ്. എന്തിന്? ഒരാളെ ജീവിതം നിരീക്ഷിക്കാൻ, ഒരിക്കലും സ്വർഗത്ത് പോകാനേ. ഞങ്ങളൊക്കെ ചെയ്യാത്തൊരമൽ എന്താ കൂടുതൽ അഡീഷണലായി അയാൾ ചെയ്യുന്നത്? അയാൾ നോക്കുമ്പോൾ അയാൾ അധികം അമലൊന്നും ചെയ്യണല്ലേ, ഇവരൊക്കെ ചെയ്യണ തന്നെയാണ് ആ സഹാബിയും ചെയ്യുന്നത്. പിന്നെന്താ? 3-ാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് അദ്ദേഹം പോകാൻ തീരുമാനിച്ച് ഇയാളോട് ചോദിക്കുന്നുണ്ട്, ഈ അൻസാരി സാഹിബിയോട്, പൊന്നു സഹോദര, നിങ്ങൾ അന്ന് പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത് റസൂൽ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ കണ്ട് കൺകുളിർക്കണമെങ്കിൽ ഇതാ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാ കയറി വന്നത്. 3 ദിവസവും നിങ്ങൾക്ക് ആ പദവി നൽകാൻ കാരണമായ പ്രവർത്തനം എന്താണെന്ന് പഠിക്കാൻ, നിങ്ങൾ നിരീക്ഷിക്കാൻ 3 ദിവസം നിങ്ങളെ കൂടെ ഞാൻ വിരുന്ന് താമസിച്ചത്. പക്ഷേ നിങ്ങൾ അധികമൊന്നും അമല് ചെയ്യുന്നത് കാണുന്നില്ലല്ലോ. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഞാൻ നിന്നിട്ടുണ്ട്. ഏയ് എന്താ ചെയ്യുന്നതെന്ന് കാണാൻ, അധികമൊന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞെന്താന്ന്, പൊന്നു സഹോദര, ഈ കണ്ടു തന്നെയാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എൻ്റെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പോ പിണക്കമോ പകയോ അസൂയയോ ഇല്ല. അങ്ങനെയാണ് എല്ലാ ദിവസവും ഞാൻ അന്തി ഉറങ്ങുന്നത്. ഈ കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തായിരുന്നോ? ആ മനസ്സിൻ്റെ ശുദ്ധി തന്നെയാണ് പൊന്നു സഹോദര താങ്കളെ സ്വർഗത്തിന് അർഹനാക്കിയത്. നമ്മുടെ കൂട്ടത്തിൽ അധികം ആളുകൾക്കും കഴിയാതെ പോകുന്നത് അങ്ങനെയുള്ള ഒരു
മനസ്സിൻ്റെ ശുദ്ധി നേടുക എന്നുള്ളതാണല്ലോ എന്നാണ്. അത് നേടണം സഹോദരങ്ങൾ. എത്ര അമല് ചെയ്ത് കുത്തിമറിഞ്ഞിട്ടും കാര്യമില്ല. വേറുള്ളവരോട് വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും അയൽവക്കക്കാർ തമ്മിൽ പണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നനച്ചു വിളിച്ചിട്ട് കാര്യമില്ല. ആദ്യം പോയി അസ്സലാമു അലൈക്കും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇതുവരെ നമ്മളെ മുണ്ടാന്ന് നമ്മളെ അമലൊക്കെ പഠിച്ചോ സ്വീകരിക്കട്ടെ, പുറത്തു തരട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച മാപ്പ് കൊടുത്താൽ തീരാത്തൊരു സംഗതി ഉണ്ടോ? പിന്നെ എന്താ നമ്മൾ അതിന് പിന്നെ സമ്മതിക്കാത്തത്? ഈഗോ. ഓൻ്റെ മുമ്പിൽ ഞാൻ കുറയും, ഓൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കുറഞ്ഞെടുക്കൂല, ഞാൻ ആരാ മോൻ, അവിടെ അങ്ങ് നിൽക്കുക, സ്വർഗത്തിക്കാൻ ചെല്ലട്ടെ എന്നാണ് പഠിച്ചോ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോൾ പരിശുദ്ധ റമദാനാണ് വരുന്നത്. അൽഹംദുലില്ലാഹ് അതിനെ വരവേൽക്കാൻ സ്വീകരിക്കാൻ നമ്മൾ മാനസികമായി ആത്മീയമായി വിശുദ്ധി നേടിക്കൊണ്ട് തയ്യാറാവുക. മറ്റെല്ലാ ഇസ്ലാമിൻ്റെ ഏത് സംഗതി ഇപ്പോൾ നമ്മളൊരു അടുക്ക് തുടച്ചാൽ വരെ അതിന് പഠിച്ചാൽ നമുക്ക് കൂലി തരും. അതൊക്കെ കബൂൽ ചെയ്യണ്ടേ? അതിനനുസരിച്ച് മനസ്സിനെ കൂടി പാകപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. നിൻ്റെ കാരുണ്യം കൊണ്ട് കൃപ കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും പ്രിയപ്പെട്ടവരും അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിൻ്റെ കാരുണ്യം അതിരും എതിരുമില്ലാതെ നീ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാൻ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.